ജോർജ്, പണ്ടു നടന്ന കനൽ പോരാട്ടത്തിൻ്റെ നടന്നു തീർത്ത കനൽ പോരാട്ട വഴികളിലൂടെ അദ്ദേഹം വീണ്ടും വരികയാണ്, അഭിവാദ്യം ചെയ്യുകയാണ് പ്രവർത്തകർ, ജനങ്ങൾ. പറയൂ, എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്? സമാനതകളില്ലാത്ത പോരാളി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന VS അവസാനമായി തൻ്റെ പോരാട്ട ഭൂമിയിൽ ആളുകളോട് വിട പറയുവാനായി എത്തിച്ചേരുന്ന ഹൃദയഭേദകമായ ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ഇവിടുത്തെ റിക്രിയേഷൻ ഗ്രൗണ്ട് സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ എത്തിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, മന്ത്രിസഭയിലെ അംഗങ്ങളടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ, ഒപ്പം ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഒക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഒരുപാട് ഓർമ്മകളുണ്ട്. കേരളത്തിൻ്റെ വിപ്ലവ ഭൂമിയായ ആലപ്പുഴയ്ക്ക് VSനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. VSന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പോരാട്ട ഭൂമിയാണ് ഈ ആലപ്പുഴ. ആ മണ്ണിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ, അനുഭാവികൾ, ഒപ്പം സാധാരണ മനുഷ്യരൊക്കെ ഇവിടെ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട VSA എന്നുള്ള വിളിയോടുകൂടി നെഞ്ച് പൊട്ടുന്ന രീതിയിൽ അങ്ങേയറ്റത്തെ സങ്കടത്തോടുകൂടി നെഞ്ച് പൊട്ടി വിളിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട VSന് അവസാന അഭിവാദ്യം നേടിയുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഴയുണ്ട്, വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇവിടെ കൂടി നിൽക്കുകയാണ്. തങ്ങളുടെ VSന് അവസാനമായി അഭിവാദ്യം നേർന്നിട്ടേ തങ്ങൾ മടങ്ങുകയുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം കാസർഗോഡ് തൊട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര ആരംഭിച്ച തിരുവനന്തപുരത്തു നിന്നുമുള്ളവരും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കണ്ടിട്ടും തങ്ങളുടെ VSനെ മതിയാകാത്ത ആളുകൾ, ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന വേദനയോടുകൂടി VSനെ നോക്കി നിൽക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു വലിയ ജനസമൂഹം തന്നെയാണ് ഇവിടെ തടിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നത്. ആബാലവൃതം ജനങ്ങളുണ്ട്, അവിടെ കൊച്ചു കുട്ടികളുണ്ട്. VS അങ്കിൾ എന്ന, VS അപ്പൂപ്പൻ എന്നൊക്കെ വിളിക്കുന്ന കൊച്ചു കുട്ടികളുണ്ട്. ഒപ്പം തന്നെ പ്രായമായ ആളുകളുണ്ട്. ഒപ്പം അതേപോലെ തന്നെ കേരളത്തിൻ്റെ യൗവനം, ഒരുപാട് യുവതികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട വിപ്ലവ സൂര്യന് അന്തിമ അഭിവാദ്യം നേടുവാൻ വേണ്ടി അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റുകയാണ്. പക്ഷേ ജനക്കൂട്ടം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് കയറുമോ എന്ന ആശങ്ക തന്നെ ഉയരുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട VSന് VS അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള വികാരമാണ് അവരെ നയിക്കുന്നത്. ആ ഒരു വികാരത്തിൻ്റെ പുറത്താണ് അവർ ഭൗതിക ശരീരത്തിലേക്ക് ഒരു നോക്ക് കാണുവാൻ വേണ്ടിയുള്ള ആ വികാരത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് നീങ്ങുകയാണ്. ബാരിക്കേഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തടസ്സങ്ങളോ അവർക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും മാർക്ക് കൊടുക്കണം. പോലീസ് ഒഴിച്ച് എല്ലാവരും മാർക്ക് കൊടുക്കണം. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറാണ്. പോലീസ് ഒഴിച്ചിട്ടുള്ളവരും മാർക്ക് കൊടുക്കണം. എല്ലാവരും മാർക്ക് കൊടുക്കണം.
VSന്റെ മൃതദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകമായി സജ്ജീകരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെയായിരിക്കും ഏറ്റവും ഒടുവിലത്തെ പൊതുദർശനം ഉണ്ടാവുക. ഇവിടെ മാത്രമേ ഇനി അദ്ദേഹത്തെ അവസാനം ഒരു നോക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത് സൂചിപ്പിക്കുന്നതാണ് അത്രയും വലിയ ജനബാഹുല്യം.